അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാർ പൊതുവെ നല്ല ആത്മവിശ്വാസം ഉള്ളവരാണ്. ഒപ്പം നല്ല ഊർജ്ജസ്വലതയുണ്ട്. ഒരു കാര്യവും പിന്നക്കേന്ന് നീട്ടി വെക്കാറ് ഇവരില്ല. അതുകൊണ്ട് ഇവർ എപ്പോഴും സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കും. പക്ഷെ പലപ്പോഴും ഇവർക്ക് കംഫർട്ട് സോണാണ് വളരെ ഇഷ്ടം. അതുകൊണ്ട് ഇവർ കാണുന്നതിനെ എല്ലാം കുറ്റം പറയും. അതുപോലെ എല്ലാത്തിലും നെഗറ്റീവ് ആസ്പെക്റ്റ് മാത്രമേ ഇവർ നോക്കുകയുള്ളൂ. ഇതെല്ലാം ഇവരുടെ പ്രോബ്ലംസ് ആണ്. എന്നാൽ ഇവർ ചെറുപ്പം മുതലേ കാണുന്നതിലെല്ലാം പോസിറ്റീവ് കണ്ടു തുടങ്ങിയാൽ കഴിഞ്ഞ ഏപ്രിൽ, മാർച്ച്, ഫെബ്രുവരി, ജാനുവരി മാസങ്ങളിലെല്ലാം നിങ്ങൾക്ക് ആരോഗ്യകരമായിട്ട് നല്ല പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് 2024 ഡിസംബറിൽ സാമ്പത്തിക നഷ്ടം വളരെ കൂടുതലായിരിക്കും. ജോലിയും ഉണ്ടാവില്ല, ഉള്ള ജോലി പോയിട്ടും ഉണ്ടാവും. പക്ഷെ കാര്യങ്ങളൊക്കെ ഏപ്രിലിൽ മാറാൻ സാധ്യതയുണ്ട്. ഏപ്രിലിൽ മാറിയിട്ടും ഉണ്ടാവും. ഈ മെയ് ആകുമ്പോഴേക്കും ആരോഗ്യനിലയെല്ലാം കുറച്ച് നന്നായിട്ട് കൂടിയിട്ടും ഉണ്ടാവും. അതുമല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലോ നിങ്ങൾക്ക് എന്തായാലും സക്സസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതിനു മുമ്പ് നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. പല കാരണങ്ങളും കൊണ്ട് അതെന്തായാലും തള്ളി വൈകി പോയിട്ടും ഉണ്ടാവും. അതെല്ലാം ഈ ജൂൺ മാസത്തിൽ എന്തായാലും നിങ്ങൾക്ക് നടക്കും. ഇതെല്ലാം നേടാൻ പറ്റുമെങ്കിലും ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ലാസ്റ്റ് സ്റ്റേജിലാണെങ്കിലും ആ പ്രശ്നങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടാൻ സാധ്യതയുണ്ട്. ഇതെന്തായാലും മാറാറായി, അതും കൊണ്ട് ഇനിയിപ്പോൾ ട്രീറ്റ്മെൻറ്റ് നിർത്താം, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഇനി കുറച്ച് കാലം കഴിഞ്ഞിട്ട് മതി എന്നൊന്നും നിങ്ങൾ തീരുമാനിക്കാൻ പാടില്ല. കാരണം അത് കൂടത്തേ ഉള്ളൂ. ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് സാമ്പത്തിക ഉയർച്ച എന്തായാലും ഉണ്ട് കേട്ടോളൂ. അതുകൊണ്ട് അത് പേടിക്കാനേ ഇല്ല. അതുമാത്രമല്ല, സാമ്പത്തിക ഉയർച്ച ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചിലവും അതേപോലെ തന്നെ ഉണ്ടാവും. കരിയർ പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ മാസം കുറച്ച് സ്ട്രെസ് നന്നായിട്ട് അനുഭവപ്പെടും. അതുമാത്രമല്ല, ജോബിലൊരു ഇൻസെക്യൂരിറ്റി നിങ്ങൾക്ക് അനുഭവപ്പെടും. കഴിഞ്ഞ മെയ് മാസത്തിൽ എടുത്ത ബോൾഡ് ഡിസിഷൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ജൂണിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഫ്രീലാൻസ് ജോബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ ക്ലയൻസ് വരും. ബിസിനസ് ആണെങ്കിലും പുതിയ ക്ലയൻസ് വരും. റിലേഷൻഷിപ്പ് എടുത്തു നോക്കുകയാണെങ്കിൽ പാസ്റ്റ് ലവറിൻ്റെ ഒരു വേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് നിങ്ങൾക്ക് ആവശ്യമാണ്. വല്ല ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ തന്നെ ജൂൺ 21 മുമ്പ് നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തുക. സ്ലീപ്പ് ഇഷ്യൂസ് നന്നായിട്ടുണ്ടാവും. അതുകൊണ്ട് യോഗ, പ്രഭാത ഭക്ഷണം ഇതൊന്നും ഒഴിവാക്കരുത്. മെഡിറ്റേഷനും ശീലിക്കുക. ജൂൺ 5-നും 8-നും ഇടയിലുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബോൾഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുക. അതുപോലെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ ജൂൺ 20-21 ഒരു ഡിസിഷൻ എടുക്കുക. ജൂൺ 25-29 തീയതിക്കുള്ളിൽ ഇമോഷണലി നിങ്ങൾ കുറച്ച് സ്റ്റേബിൾ ആയിരിക്കും.